നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. മുത്തലാഖിൽ വിധി എന്താകും? മുത്തലാഖ് വിഷയത്തിൽ സുപ്രീം കോടതി വിധി എന്താകും? ഇതാണെന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ ഫസൽ ഗഫൂർ, KVS ഹരിദാസ്, അഡ്വക്കേറ്റ് MR അഭിലാഷ് എന്നിവർ. ഡോക്ടർ ഫസൽ ഗഫൂർ, മുത്തലാഖ് വിഷയത്തിൽ സുപ്രീം കോടതി വിധി എന്താകും എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. വളരെ താമസിയാതെ ആ വിധി വരും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷയും. ഇന്ന് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന് വേണ്ടി കപിൽ സിബൽ വാദിച്ച രീതി, ആ വാദത്തിൽ പറയുന്നതനുസരിച്ച് ഈ ഗോൾഡൻ ഈഗിൾസിൻ്റെ സുവർണ കഴുകന്മാരുടെ താഴെ ജീവിച്ചു പോകുന്ന ചെറു പക്ഷികളെപ്പോലെയാണ് മുസ്ലിം സമുദായം എന്നാണ് വിശേഷിപ്പിച്ചത്. അതായത് കോടതിയിൽ വിശ്വാസമുണ്ട്, ഭരണഘടന അനുസരിച്ച് പോകേണ്ട കോടതി മുസ്ലിം സമുദായത്തെ ഈ വലിയ കഴുകന്മാർക്ക് വിട്ടുകൊടുക്കില്ല, വേണ്ട രീതിയിൽ അവരെ സംരക്ഷിക്കും എന്ന ഒരു പ്രതീക്ഷയാണ് കപിൽ സിബലിനെ കൊണ്ട് ഈ രീതിയിൽ പറയിച്ചത്. ആ പ്രതീക്ഷ നിറവേറ്റണമെങ്കിൽ മുത്തലാഖിൽ വേണ്ട ചില ഭേദഗതികളോടുകൂടി സമുദായം തന്നെ മുന്നോട്ട് വരും എന്നാണോ കാണേണ്ടത്, അതോ കോടതി വിധി കാത്തിരിക്കുമോ? യഥാർത്ഥത്തിൽ കപിൽ സിബൽ വാദിച്ചിരുന്ന രീതിയാന്ന് നോക്കി, ആ വാദിച്ചിരുന്ന രീതി ശരിയല്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപിൽ സിബൽ ആദ്യം പറയുന്നത് രാമജന്മഭൂമി ഈസ് എ മാറ്റർ ഓഫ് ഫെയ്ത്ത്, സിമിലർലി ദിസ് ഈസ് ഓൾസോ എ മാറ്റർ ഓഫ് ഫെയ്ത്ത് എന്നൊക്കെയാണ്. അല്ലേ? അങ്ങനെയല്ല, യു കനോട്ട് മിക്സ് അപ്പ് ദീസ് ടു തിങ്സ്. ഒന്ന് മനസ്സിലല്ലേ, രാമജന്മഭൂമി ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ഫെയ്ത്ത് മാറി. ഇത് അങ്ങനെയല്ല, ഇത് ഖുറാനിൽ എഴുതിപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തെ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നുള്ളതാണ്. ആ സംഭവത്തെ കോടതി ശരിയായ രീതിയിൽ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എതിർക്കേണ്ടതായിട്ടുള്ള വിഷയമില്ല. അതേമാതിരി തന്നെ പക്ഷേ കോടതി അതിൻ്റെ ബ്രീഫ് ലംഘിച്ചുകൊണ്ട് മറ്റുള്ള എല്ലാ വിഷയങ്ങളിലോട്ടും കടക്കുകയാണ്. ഉദാഹരണമായിട്ട് ബഹുഭാര്യത്വം അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് ലോസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് കടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പക്ഷപാതപരമായിരിക്കും. കാരണം ഒരു സമുദായത്തിൻ്റെ മാത്രം പേഴ്സണൽ ലോയിൽ കടന്നിട്ട് അതിലെ ഗുണങ്ങളോ ദോഷങ്ങളോ എന്തായാലും അതിനെല്ലാം ചർച്ച ചെയ്തതിന് ശേഷം അതിലൊക്കെ കയറി അഭിപ്രായം പറയുക കോടതി, അല്ലെങ്കിൽ അതിൽ വിധി പ്രഖ്യാപിക്കുക എന്നുള്ളത് ശരിയല്ല. ഇപ്പോൾ കോടതിയുടെ മുമ്പിലുള്ള ഒറ്റ കാര്യം മുത്തലാഖ് എന്നുള്ളത് എങ്ങനെ ചൊല്ലണം എന്നുള്ളതാണ്. ആ മുത്തലാഖ് എന്നുള്ളത് ഏത് തരത്തിലാണ് ചൊല്ലേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് കോടതി പഠിക്കേണ്ടത്. ആ കോടതിക്ക് പഠിക്കാൻ യാതൊരു പ്രയാസവുമില്ല. കോടതിയുടെ മുമ്പിൽ ഖുറാൻ ഉണ്ട്. ഖുറാൻ അനുസരിച്ചിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ കോടതിക്ക് നൽകാവുന്നുള്ളൂ. ആ ഇൻ്റർപ്രിട്ടേഷൻ കോടതി നൽകി കഴിഞ്ഞാൽ അത് ഖുറാൻ അനുസരിച്ചിട്ടുള്ളതാണോ എന്നുള്ളത് ഞങ്ങൾ പഠിച്ചതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി പ്രതികരിക്കാൻ പോവാം. അല്ലാതെ കോടതിയിലെ കമന്റുകളുടെ മുകളിൽ അറ്റോർണി ജനറലിനോട് ചോദിച്ചിരിക്കുന്ന ഒരു ഭാഗത്ത് ഉള്ളത് എനിക്ക് കിട്ടിയ ഒരു രേഖ അനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ട്രിപ്പിൾ തലാഖ് എന്ന് പറയുന്നത് ഖുറാനിൽ ഉള്ളതാണോ എന്ന ചോദ്യത്തിന് അങ്ങനെ അല്ല എന്നാണ് കപിൽ സിബലും പറയുന്നത്. പക്ഷേ അത് ഇസ്ലാമികമാണ്, ഖുറാനിലുള്ളതല്ല, എന്നാൽ അത് ഇസ്ലാമികമാണ്. ഇസ്ലാം വിശ്വാസപ്രകാരം 1400 വർഷങ്ങളായി ആചരിച്ചു പോരുന്ന ഒരു വിശ്വാസമാണ് ഈ രാമജന്മഭൂമിയുടെ കാര്യം പറഞ്ഞതുപോലെ എന്നാണ് കപിൽ സിബലും അറ്റോർണി ജനറലും ഒക്കെ കൂടി ഇപ്പോൾ കോടതിയിൽ പറഞ്ഞു വച്ചിട്ടുള്ളത്. ഇതനുസരിച്ചാണ് പോകുന്നതെങ്കിൽ, ഖുറാൻ നോക്കിയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് ഡോക്ടർ ഫസൽ ഗഫൂർ പറയുന്നതിലേക്ക് കാര്യങ്ങൾ പോകുകയാണെങ്കിൽ മുത്തലാഖ് കോടതി എങ്ങനെ കാണും? വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് കോടതി മുസ്ലിം സമുദായത്തിൽ തന്നെ 2 കാഴ്ചപ്പാടുണ്ട്. ഒറ്റയടിക്കുള്ള തലാഖ് പാടില്ല. അതായത് തലാഖ് എന്ന് ചൊല്ലി ഒരു സ്ത്രീയെ പുറത്താക്കുന്ന രീതി ശരിയല്ല. ഒരു തലാഖ്, പിന്നെ ഒരു സമുദായം, എന്താ പറയുക, നമ്മളൊരു സമന്വയത്തിന് ശ്രമിക്കുക, 1 മാസം അല്ലെങ്കിൽ അതിലധികം കുറച്ച് സമയം, പിന്നെ ഒരു തലാഖും കൂടെ, പിന്നെ ഒരു തലാഖ്, അങ്ങനെ 3 തലാഖ് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത്. ഞങ്ങളത് മാത്രമല്ല, മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, അതായത് മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ വിശ്വസിക്കുന്നത് 3 ഘട്ടങ്ങളിലായിട്ട് തലാഖ് ചൊല്ലിയ 3ാമത്തെ ഘട്ടത്തിൽ മാത്രമേ തലാഖ് ഫലപ്രദമാവൂ എന്നുള്ളതാണ്. അപ്പോൾ കോടതി എങ്ങനെയാണ് ഇതിനെ വീക്ഷിക്കുന്നത് എന്നുള്ള അനുസരിച്ചിട്ടിരിക്കും നമുക്ക് പ്രതികരിക്കാൻ പറ്റുള്ളൂ. കാരണം ഞങ്ങളിപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് ഞങ്ങൾ എടുത്തിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിന് അനുകൂലമായിട്ടാണ് കോടതി നിൽക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കോടതിനെ എതിർക്കാൻ പറ്റില്ല. പക്ഷേ കോടതി അത് വിട്ടുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളിൽ കൂടെ ഇടപെടാൻ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോടതി നമ്മൾ എതിർക്കേണ്ടി വരും. ഉദാഹരണം ഇൻഹെറിറ്റൻസ് ലോസിൽ കൈയെടുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൈയെടുത്തുക എന്നുള്ള വരുമ്പോൾ പ്രശ്നമുണ്ട്. ഇതിപ്പോൾ ഞങ്ങളുടെ ഇടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ളതല്ല, ഷിയാക്കളുടെ ഇടയിൽ
ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അഹ്ലെ ഹദീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിഭാഗമുണ്ട് വടക്കേ ഇന്ത്യയിൽ, അവരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ഇസ്ലാമിക ലോസ് ഉണ്ട്, അത് ഫിഖ് എന്നാണ് അതിനെ പറയുന്നത്. അതിൽ ഹനഫി ഷാഫികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതൊന്നുമല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഖുറാൻ എടുക്കുക, വായിക്കുക, എന്നിട്ട് ഖുറാൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ കോടതി ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഡോക്ടർ ഫസൽ ഗഫൂർ, പക്ഷേ ഇന്ന് കപിൽ സിബൽ ഈ ദിവസങ്ങളായി ഇന്നിപ്പോൾ കപിൽ സിബലിൻ്റെ വാദം തീർന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന് വേണ്ടിയിട്ടാണ് ഈ കേസിൽ ഹാജരാകുന്നത്. മറ്റ് വക്കീലന്മാരും ഒക്കെ ഉണ്ട്. പക്ഷേ കപിൽ സിബലിൻ്റെ വാദം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഈ മുത്തലാഖ് ഏതാണ്ട് ഈ മുസ്ലിം സമുദായത്തിനകത്ത് തന്നെ ഇപ്പോൾ എതിർക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അത് കാലക്രമേണ നശിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിനകത്ത് തന്നെ ഒരു ഭേദഗതി അവർ തന്നെ തീരുമാനിച്ചുണ്ടാകും. അതിന് പുറമേ ഉള്ളവർ സുപ്രീം കോടതി പോലെ നിഷ്പക്ഷമായി നിൽക്കുമെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഈ മുത്തലാഖിനെ കൊണ്ടുവന്ന് അതിനെ വെല്ലുവിളിക്കുമ്പോൾ മുസ്ലിം സമുദായം ഒട്ടാകെ അത് തങ്ങൾക്ക് നേരെയുള്ള അവകാശത്തിൻ്റെ ഒരു കടന്നുകയറ്റമായി കാണും. അതുകൊണ്ട് തിരിച്ചടിയാണ് ഉണ്ടാകുക. ഈ രീതിയിൽ കാര്യങ്ങൾ പോയാൽ ഇത് തനിയെ തന്നെ മാറിക്കോളും എന്നൊരു പ്രതീതിയാണ് അദ്ദേഹത്തിൻ്റെ വാദത്തിലുണ്ടായത്. അത് ശരിയാണോ? അതെന്താ കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഒരുപാട് മതങ്ങളിൽ പല നല്ല ആചാരങ്ങളുണ്ട്, അനാചാരങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ഹൈന്ദവ മതത്തിൽ മനസ്സിലായില്ല, ഈ ജാതകം നോക്കുന്നത്, ജ്യോത്സ്യം, അതനുസരിച്ച് ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഇപ്പോൾ വിവാഹിതരല്ലാതെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയിട്ട് ജ്യോത്സ്യം ഇല്ലാതാക്കണം എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇപ്പോൾ ശുഭദിനത്തിൻ്റെ വിഷയമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ശാസ്ത്രീയമാണോ അല്ലേ എന്ന് കോടതി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ആ നിലക്കാണ് ഞങ്ങളിലൊരു വിഭാഗം ആൾക്കാർ പറയുന്നത്, പ്രത്യേകിച്ച് സംഘപരിവാറിൻ്റെ ഒരു ഗവൺമെൻറ് ഭരണത്തിലുള്ളപ്പോഴും സംഘപരിവാറിന്റെ അജണ്ടയിൽപ്പെട്ടൊരു കാര്യമാണ് ഈ മുത്തലാഖ് എന്നുള്ളത്. ഇതിൽ ദുരുദ്ദേശമുണ്ട്. ഈ സാധനം കുത്തിപ്പൊക്കുക, രണ്ട് സാധനം ഇപ്പോൾ കുത്തിപ്പൊക്കിയിട്ടുണ്ട്. ഒന്ന് മുത്തലാഖ്, ഒന്ന് രാമജന്മഭൂമി. ഇത് രണ്ടും സുപ്രീം കോടതിയിലൂടെയാണ് കുത്തിപ്പൊക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കുത്തിപ്പൊക്കുന്നതിൽ എന്തോ ദുരുദ്ദേശമുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും മുസ്ലിം സംഘടനകൾക്ക് അതിനെ പറ്റിയിട്ടൊരു ഭയപ്പാടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കോടതി ഫോക്കസ് ചെയ്തിട്ട് ഈ ഒരു വിഷയത്തിൽ മാത്രം നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ മാറ്ററിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കാം. നേരത്തെ ഇതേ കോടതി തന്നെ ചോദിച്ചല്ലോ, രാമജന്മഭൂമിയുടെ കാര്യം എന്തുകൊണ്ട് നിങ്ങൾക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കിക്കൂടാന്ന്. അപ്പോൾ അതേ ചോദ്യം നമുക്ക് കോടതിയോട് ചോദിക്കാമല്ലോ. ഇത് മുസ്ലിം സമുദായത്തിൻ്റെ സാമുദായിക സംഘടനകളും മുസ്ലിം സമുദായത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങളും കൂടി ഇരുന്നിട്ട് ഇപ്പോൾ കേരളത്തിൽ മുത്തലാഖ് വളരെ കുറവല്ലേ? അപ്പോൾ അതുമാതിരി എന്തുകൊണ്ടിരുന്ന് ഒത്തുതീർപ്പിൽ ആയിക്കൂടാന്ന് കോടതിക്ക് ഇങ്ങോട്ട് ചോദിക്കാമല്ലോ. അത് കോടതി ചോദിക്കുമോ ഇല്ലെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേമാതിരി തന്നെ കോടതി വേറെ കാര്യപ്പെട്ടൊരു കാര്യം ചോദിച്ചു. ഓൾ ഇന്ത്യ ഒരു മിനിറ്റ് ലാൽ, കോടതി ഒരു കാര്യപ്പെട്ട ചോദ്യം ഇന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ബോർഡിനോട് ചോദിച്ചു, ഞങ്ങൾ എന്തെങ്കിലും ഒരു വിധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു വിധി, ഓൾ ഇന്ത്യ മുസ്ലിം ബോർഡ് ഒരു ഉദാഹരണം അവർ പറഞ്ഞു, ഇങ്ങനെ മുത്തലാഖ് നടത്തുന്നവരെ മറ്റേ ഊരുവിലക്ക് കൽപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ എടുത്തു വയ്ക്കുന്ന കോടതി ചോദിച്ചു, നിങ്ങൾക്കത് നടപ്പാക്കാനുള്ള കെൽപ്പുണ്ടോ, നിങ്ങൾക്കത് നടപ്പാക്കാനുള്ള അധികാരമുണ്ടോ എന്ന് കോടതി ചോദിച്ചു. ഓൾ ഇന്ത്യ പേഴ്സണൽ ബോർഡിന് മറ്റുള്ള മുസ്ലിം സംഘടനകളുടെ മുകളിൽ അല്ലെങ്കിൽ മുസ്ലിം മഹലുകളുടെ മുകളിൽ യാതൊരു അധികാരമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശരി, ഒരു ചോദ്യം കൂടി ഞാൻ അങ്ങയോട് ഈ ഘട്ടത്തിൽ ചോദിച്ചിട്ട് മറ്റുള്ളവരിലേക്ക് വരാം. ഡോക്ടർ ഫസൽ ഗഫൂർ, ഈ സ്ത്രീകൾക്ക് ഈ മുത്തലാഖിൽ വിവേചനമുണ്ട് എന്നുള്ളതാണല്ലോ വലിയ വിവാദവും മുസ്ലിം സമുദായത്തിനകത്ത് തന്നെയുള്ള ഒരു തർക്കത്തിൻ്റെയും കാര്യം. അപ്പോൾ ഇന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്, ഈ വിവാഹ കരാർ ഉണ്ടാക്കുന്ന ഘട്ടത്തിൽ മുത്തലാഖ് വേണമോ വേണ്ടയോ എന്ന് സ്ത്രീകൾക്ക് തന്നെ തീരുമാനിച്ചുകൂടെ? അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു നിർദ്ദേശം മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ഈ താഴോട്ട് അയക്കുമോ എന്ന്, അത് നോക്കാം എന്ന് ഉള്ള രീതിയിലാണ് മറുപടിയും ഉണ്ടായിട്ടുള്ളത്. അത് സ്വീകാര്യമാണോ? അത്തരത്തിലൊരു ഭേദഗതിക്ക് സാധ്യതയുണ്ടോ? അതെന്താ കാര്യം എന്ന് വെച്ചാൽ, സ്ത്രീക്ക് ഇസ്ലാമിൽ നിക്കാഹ് നടക്കുന്ന സമയത്ത് നിക്കാഹ്നാമ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്. ആ ഡോക്യുമെൻറ്റിൽ സ്ത്രീക്ക് പറയാം, എനിക്ക് ഇത്ര രൂപ മെഹർ, അതായത് സ്ത്രീ സ്വത്ത്, സ്ത്രീകൾക്ക് പുരുഷൻ കൊടുക്കേണ്ടതായിട്ടുള്ള സ്വത്ത് ഇത്രയായിരിക്കണം, അല്ലെങ്കിൽ താങ്കൾ വേറെ കല്യാണം കഴിക്കാൻ പാടില്ല, ഇങ്ങനെ നിബന്ധനകൾ വെക്കാം എന്ന് പറയപ്പെടുന്നുണ്ട്. മനസ്സിലല്ലേ? അത് പണ്ഡിതന്മാർക്ക് കൂടുതൽ പറയാൻ പറ്റുള്ളൂ. എന്നാൽ കൂടി അപ്പോൾ അതാണ് കോടതി ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ മുത്തലാഖ് ചൊല്ലാൻ പാടില്ല എന്നൊരു നിബന്ധന നിക്കാഹ്നാമയിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്തിക്കൂടെ? പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ അങ്ങനെയൊക്കെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു നിക്കാഹ്നാമ, കോമൺ ആയിട്ടുള്ള ഒരു നിക്കാഹ്നാമ ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കോടതിയിൽ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ബോർഡ് പറയണം അങ്ങനെ ഒരു നിക്കാഹ്നാമ ഉണ്ടാക്കുക എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അത് സ്വീകാര്യമായി കൂടാന്നില്ല. പക്ഷേ അത് സാധ്യമല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ബോർഡ് പറയുന്ന ഒന്നും താഴത്തുള്ള അതായത് ഞങ്ങൾ പറയും ലോക്കൽ കമ്മിറ്റി, മഹൽ കമ്മിറ്റി, അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിക്കാർ കേൾക്കാൻ തയ്യാറുണ്ടാവില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ശരി, ഇത് എല്ലാ സമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞത് ഒരുപക്ഷെ ശരിയാണ്. മുകളിലുള്ളവർ തീരുമാനിക്കുന്നത് താഴെ തട്ടിലേക്ക് എത്തണമെന്നില്ല. വിശ്വാസം ആയിരിക്കും അവരെ നയിക്കുക. ശ്രീ KVS ഹരിദാസ്,
ഇതിപ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂർ ഇതിനെ പൊതുവായി പറഞ്ഞുവെങ്കിലും ഇന്ന് കപിൽ സിബൽ തന്നെ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്, കോടതിയും പരിഗണിച്ച ഒരു കാര്യമുണ്ട്. അതായത് വളരെ കുറഞ്ഞ ഒരു ന്യൂനപക്ഷ ആളുകളുടെ ഇടയിലാണ് ഇപ്പോഴും ഈ മുത്തലാഖ് തന്നെ ഉള്ളത്. ഈ നമ്മളിപ്പോൾ എപ്പോഴും കേൾക്കുന്നത് പോലെ എല്ലാവരും തലാഖ് 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 എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയല്ല. അതിന് അതിൻ്റേതായ ഒരു രീതിയുണ്ട്. ഇനി എവിടെയെങ്കിലും മുത്തലാഖ് നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് തെറ്റായ രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് ചെറിയൊരു വിഭാഗത്തിനിടയിലാണ്, ഈ സമുദായത്തിനിടയിൽ തന്നെ. അപ്പോൾ അതിങ്ങനെ വേണ്ട മാറ്റങ്ങൾക്കും പരിഷ്കരണങ്ങൾക്കും വിധേയമാകുന്ന ഒരു ഘട്ടം പരീക്ഷിക്കണമോ, അതോ ഇപ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂർ തന്നെ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ സംഘപരിവാറിൻ്റെ ഒരു അജണ്ടയുണ്ട്, നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു താല്പര്യമുണ്ട്, ഈ യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി പെട്ടെന്ന് ഒരു താല്പര്യം എടുത്തിട്ടുണ്ട്, രാമജന്മഭൂമി കൊണ്ടുവന്നിട്ടുണ്ട്, ഈ മുത്തലാഖ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു മുസ്ലിം സമുദായത്തെ അവരുടെ നേരെ ചോദ്യവും വെല്ലുവിളിയും ഉയർത്തുന്ന രീതിയിൽ കൊണ്ടുവന്ന് നിൽക്കുന്നത്, ആ താല്പര്യം പെട്ടെന്ന് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചോളൂ, ഞങ്ങളിവിടെ പുതിയ നിയമം നടപ്പിലാക്കാൻ തയ്യാറായി നിൽക്കുകയാണ് എന്ന് കേന്ദ്ര സർക്കാരും കോടതിയെ അറിയിച്ച ഘട്ടത്തിൽ എങ്ങനെ കാണണം? ലാല, ഇത് ഇപ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂർ നമുക്കറിയാം മുസ്ലിം സമൂഹത്തിൽ വളരെ പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം പോലും ഈ വിഷയത്തെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങളുമായിട്ടോ BJPയുടെ താല്പര്യങ്ങളുമായിട്ടോ കൂട്ടിയിണക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ദൗർഭാഗ്യകരം തന്നെയാണ്. ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് യാതൊന്നും ചെയ്യാനില്ല. ആകെ ഉള്ളത് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളുടെ വിഷമതകൾ, അത് മുന്നോട്ട് വച്ചത് ആയിരക്കണക്കിന് മുസ്ലിം സ്ത്രീകൾ തന്നെയാണ്. മുംബൈ ഹൈക്കോടതിയിൽ 50,000-ഓളം സ്ത്രീകളാണ് ഒപ്പിട്ട് നിവേദനവുമായിട്ട് പോയത്. അലഹാബാദ് ഹൈക്കോടതിയിൽ കേസിന് പോയത് ഇതേ മുസ്ലിം സ്ത്രീകളുടെ സംഘടന തന്നെയാണ്. അതിൻ്റെയൊക്കെ തന്നെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഈ ഹർജി വന്നിട്ടുള്ളതും. നമ്മൾ ഇതിനകത്ത് കാണേണ്ടത്, നമുക്ക് ഇതിനകത്ത് BJPക്കോ കേന്ദ്ര സർക്കാരിനോ ഇതിനകത്ത് വേറെ താല്പര്യങ്ങളൊന്നുമില്ല. അതേ സമയത്ത് മുസ്ലിം ചെറുപ്പക്കാരായ മുസ്ലിം സ്ത്രീകൾക്കിടയിലുള്ള ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം എവിടെയെങ്കിലും ഉണ്ടാവണ്ടേ? ഇപ്പോൾ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു, കേരളത്തിൽ ഈ പ്രശ്നങ്ങൾ കുറവല്ലേ? കേരളത്തിൽ കുറവാണ്, വിദ്യാസമ്പന്നരാണ്. വിദ്യാസമ്പന്നരല്ലാത്ത അല്ലെങ്കിൽ മതമൗലികവാദം ശക്തമായിട്ട് നിലകൊള്ളുന്ന മേഖലകളിലാണ് ഇന്ന് ഈ പ്രശ്നങ്ങൾ വളരെ സ്ത്രീകളോടുള്ള ഒരു അനുകമ്പയാണ് നരേന്ദ്രമോദി സർക്കാരിലുള്ള താല്പര്യമെന്ന് വിശ്വസിക്കണമെങ്കിൽ ഇതിനകത്തൊരു രാഷ്ട്രീയ താല്പര്യം ഇല്ല, ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ അല്ല എന്നാണ് KVS ഹരിദാസ് നിരീക്ഷിക്കുന്നതെങ്കിൽ അത് തെളിയിക്കേണ്ടത് ഈ കേന്ദ്ര സർക്കാരാണ്. ഇപ്പോൾ ഭൂരിപക്ഷ സമുദായത്തിനിടയിൽ തന്നെ, ഹിന്ദു സമുദായത്തിനിടയിൽ തന്നെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടല്ലോ. അവിടെ ഒരു കൃത്യത പാലിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ലേ ആദ്യം ഈ സർക്കാർ നടത്തേണ്ടത്. ഒരു കാര്യം കൂടി ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. ഈ കാര്യത്തിൽ ആരോപണ വിധേയനായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഈ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിൽ. ലാലെ, ഞാൻ ഇതിനകത്ത് ഒന്നേ സൂചിപ്പിക്കുന്നുള്ളൂ, ഇത്തരം പ്രശ്നങ്ങൾ, മതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് പ്രഥമമായിട്ട് അതേ മതത്തിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ സതി എന്നൊരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതിന് എതിരായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായത് എങ്ങനെയാണ്? ഹിന്ദു സമൂഹത്തിൽ തന്നെ അതിനനുസരിച്ചുള്ള ചർച്ചകളും നടന്നു, സംവാദങ്ങളും നടന്നു. ആ തലത്തിലാണ് അതിന് മാറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. മുസ്ലിം സമുദായത്തിലും അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതായിരുന്നു. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഫസൽ ഗഫൂർ സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ പാകിസ്ഥാനിൽ ചില നിയമങ്ങളുണ്ടായി, തുർക്കിയിലുണ്ടായി, മൊറോക്കയിലുണ്ടായി. ഇതുപോലുള്ള മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലുണ്ടായ നിയമങ്ങൾ അതെന്തുകൊണ്ടാണ് ഇവർക്ക് മനസ്സിലാവാൻ പറ്റാത്തത്? പലപ്പോഴും പാകിസ്ഥാനിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള ഡൈവോഴ്സിലേക്ക് എത്തുമ്പോൾ അതിനൊരു ജുഡീഷ്യൽ ആയിട്ടുള്ള ഒരു സൂപ്പർവിഷൻ ഉണ്ട്, അല്ലെങ്കിൽ ജുഡീഷ്യൽ ആയിട്ടുള്ള അതിന്റെ പിന്നാലെ മുസ്ലിം സമുദായത്തെ തന്നെ ടാർഗറ്റ് ചെയ്ത് ആ സമുദായത്തിലെ സ്ത്രീകളെ തന്നെ നന്നാക്കാം എന്നുള്ള താല്പര്യം ഈ കേന്ദ്ര സർക്കാരിന് ഉണ്ടാകുമ്പോഴാണ് സംശയം. അതിന് ഉദാഹരണം പാകിസ്ഥാനിൽ നിന്നും തുർക്കിയിൽ നിന്നും കൊണ്ടുവരുമ്പോഴാണ് സംശയം വരുന്നത്. ഈ ഹിന്ദു സമുദായത്തിലെ വിവാഹ മോചന തർക്കത്തിൽ നരേന്ദ്രമോദി ഒരു മാതൃക കാട്ടിയിട്ട് വേണ്ടേ ഈ യൂണിഫോം സിവിൽ കോഡിന് സമയമായോ എന്ന് അന്വേഷിക്കാനും കേന്ദ്ര സർക്കാരിൻ്റെ അഭിപ്രായം കോടതിയിൽ പറയാനും?
ലാലെ, ഞാൻ ഒന്നുകൂടി പറഞ്ഞോളൂട്ടെ, ഇതിനകത്ത് കേന്ദ്ര സർക്കാരിന് ഒരു റോളുമില്ല. സുപ്രീം കോടതിയിൽ ഒരു ഹർജി വരുന്നു, ആ ഹർജിയിൽ കേന്ദ്ര സർക്കാരിനെ കക്ഷിയാക്കുന്നു. കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് അറ്റോർണി ജനറൽ എന്താ പറയുന്നത്? കോടതി തീരുമാനിക്കുന്നതനുസരിച്ച് മുന്നോട്ട് പോകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ്. അത് പറയേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനില്ലേ? അതല്ലേ അറ്റോർണി ജനറൽ പറഞ്ഞത്? അല്ലാതെ മുത്തലാഖ് ബാൻ ചെയ്യണം എന്നൊരു വാദഗതിയുമായിട്ടാണോ അറ്റോർണി ജനറൽ കോടതി പോയത്? ഈ പ്രശ്നം സമൂഹത്തിൽ ഇന്ന് വല്ലാത്ത അവസ്ഥയുണ്ടാക്കിയിട്ടുണ്ട്. മുസ്ലിം കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു താല്പര്യവും ഇല്ല എന്ന് വിശ്വസിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇപ്പോൾ നരേന്ദ്രമോദി തന്നെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. മുസ്ലിം സഹോദരിമാരുടെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത് ചൂണ്ടിക്കാട്ടുന്ന രീതിയിൽ ഈ ട്രിപ്പിൾ തലാഖിനെ എതിർക്കുന്ന രീതിയിൽ അദ്ദേഹം ഒരു വിമോചനത്തിൻ്റെ രക്ഷകനായി, സേവിയർ ആയി വരുന്ന ഒരു പ്രസ്താവന അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. സമാനമായ രീതിയിൽ കുറച്ചുകൂടെ കടുത്ത പ്രസ്താവന ഈ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആദിത്യനാഥിൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ട്, യോഗിയുടെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഈ രവിശങ്കർ പ്രസാദിനെ പോലെയുള്ള BJP നേതാക്കൾ പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ചില താല്പര്യങ്ങൾ ഉണ്ട്. BJPയുടെ പ്രചരണങ്ങളിലും സമ്മേളനങ്ങളിലും ഈ മുത്തലാഖിനെ കൊണ്ടുവരുന്നതിനും രാമജന്മഭൂമി പ്രശ്നത്തെ ഉയർത്തിക്കാട്ടുന്നതിനും തീരുമാനിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഇതിൽ രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ വിശ്വസിക്കാനാകും? സുപ്രീം കോടതിയിൽ പിന്നെ സർക്കാരിൻ്റെ വക്കീൽ എന്തിനാണ് ഞങ്ങൾ തയ്യാറായി നിൽക്കുന്നു യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി എന്ന അഭിപ്രായം പറയുന്നത്? ഞാൻ അതിലേക്ക് വരാം. ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് എന്നുള്ള ഇഷ്യൂ ഗവൺമെൻറ്റിൻ്റെ മുന്നിലേക്ക് ആവർത്തിച്ചെടുത്തത് സുപ്രീം കോടതി തന്നെയാണ്. ഒരു തവണയല്ല ലാലിന് തന്നെ ഓർമ്മയുണ്ടാവുമല്ലോ, എത്രയോ വട്ടം സുപ്രീം കോടതി ഗവൺമെൻറ്റിനോട് ചോദിച്ചു. UPA ഗവൺമെൻറ് കാലത്ത് ചോദിച്ചു, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല? അങ്ങനെ വന്നപ്പോഴാണ് കേന്ദ്ര സർക്കാർ ആ വിഷയം പഠിക്കാനും വേണ്ടുന്ന ആവശ്യമായ സമവായം ഉണ്ടാക്കാനുമായിട്ട് ലോ കമ്മീഷനെ ഏൽപ്പിച്ചത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നരേന്ദ്രമോദി ഗവൺമെൻറ് ഇവിടെ ഏകപക്ഷീയമായിട്ട് യൂണിഫോം സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കും, മറ്റുള്ളവരുടെ വികാരങ്ങൾക്ക് എതിരായിട്ടൊരു നടപടി സ്വീകരിക്കും എന്ന് ലാല് കരുതുന്നുണ്ടോ? ഞാൻ കരുതുന്നില്ല. ഇത്തരം നടപടികൾ സ്വീകരിക്കുന്ന സമയത്ത് BJPക്ക് ഒരു നിലപാടുണ്ട്. യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണം, ആർട്ടിക്കിൾ 370 എടുത്ത് മാറ്റണം. ഇത് പ്രഖ്യാപിത നിലപാടാണ്. പക്ഷെ ആ നിലപാടിലേക്ക് ഒരു ഗവൺമെൻറ് എത്തുന്ന സമയത്ത് സമവായത്തിലൂടെ അല്ലാതെ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. സമവായത്തിന്റെ സൂചനകൾ എവിടെ? ഇത് കോടതിയിൽ തർക്കത്തിൽ നിൽക്കുമ്പോൾ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന രീതിയിൽ ഇപ്പോൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ എന്നതാണ് ചോദ്യം. ഞാൻ തിരിച്ചു വരാം. ശ്രീ KVS ഹരിദാസ്, അഡ്വക്കേറ്റ് MR അഭിലാഷ്, ഈ തർക്കമുണ്ട്. മുസ്ലിം സമുദായത്തിൻ്റെ അകത്ത് തന്നെ നവോത്ഥാനത്തിന് വേണ്ടിയുള്ള മുറവിളി ഉള്ളപ്പോൾ, സ്ത്രീകൾ തന്നെ അതിനുവേണ്ടി താല്പര്യപ്പെടുമ്പോൾ, അതിനകത്തുള്ള ഈ മുത്തലാഖ് പോലെയുള്ള അതിൻ്റെ നടത്തിപ്പിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ പഴയ രീതികൾ മാറ്റിക്കൊണ്ടുവരുന്നു എന്ന അഭിപ്രായമുള്ളപ്പോൾ, ഒരു ചെറിയ ന്യൂനപക്ഷമാണ് ഇപ്പോഴും എന്ന വാദമുള്ളപ്പോൾ, ഈ കോടതിക്ക് പുറത്താണ് സമവായം ഉണ്ടാകേണ്ടത് എന്ന് KVS ഹരിദാസിനെ പോലെയുള്ള ആളുകൾ ഈ ചർച്ചയിലും സൂചിപ്പിക്കുമ്പോൾ, പിന്നെ ഇത് കോടതിയിൽ ഏത് രീതിയിലാണ് പരിഗണിക്കപ്പെടുന്നത്? ഇത് കോടതിയിൽ തീർക്കേണ്ട കാര്യം തന്നെയാണോ? ഡോക്ടർ ലാൽ, എൻ്റെ ഏറ്റവും വലിയ പേടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഷാബാനു കേസിൻ്റെ ഒരു റീഎനാക്ട്മെൻ്റായി മാറുമോ എന്നുള്ളതാണ്. ഷാബാനുവിനെ ട്രിപ്പിൾ തലാഖ് ചൊല്ലിയാണ് അന്ന് തലാഖ് ചെയ്ത് ഡിവോഴ്സ് ചെയ്തത്. ആത്യന്തികമായിട്ട് ആർക്ക് വേണ്ടിയാണോ സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചത്, അവർ തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയെ തള്ളിപ്പറയുന്ന ഒരവസ്ഥ, ഷാബാനു തന്നെ അതിനെ ഡിനൗൺസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക്, ആ ഒരു വേദനാജനകമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ എത്രത്തോളം മഹത്തരമായ ഉദ്ദേശത്തോടു കൂടിയാണോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ കേസ് ഇപ്പോൾ പരിഗണിക്കുന്നത്, അതൊരു പക്ഷേ നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അഭിലഷണീയമല്ല ഒരു സാഹചര്യത്തിലേക്ക് ഇത് കൊണ്ട് എത്തിച്ചേക്കാം. അന്ന് ഷാബാനു കേസ് പരിഗണിച്ച 5 അംഗ ഭരണഘടനാ ബെഞ്ചിൽ ശരിക്ക് മുസ്ലിം മതവ്യവസ്ഥയെക്കുറിച്ച് അഗാധമായ ഗ്രാഹ്യമുണ്ടായിരുന്ന ഒരു ജഡ്ജി പോലും ഉണ്ടായിരുന്നില്ല. അതിനകത്ത് 4 ജഡ്ജിമാർ ഹിന്ദുമത വിശ്വാസികളും ജസ്റ്റിസ് O ചിന്നപ്പ റെഡ്ഡി 5ാമത്തെ ജഡ്ജ്, അദ്ദേഹം എത്തീസ്റ്റുമായിരുന്നു. ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച്
5 മതവിഭാഗങ്ങളിൽപ്പെട്ടുള്ള ആൾക്കാരാണ്. അത് വളരെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സെക്യുലർ വ്യവസ്ഥയിൽ എങ്ങനെയാണോ ഒരു ബെഞ്ച് ഉണ്ടാകേണ്ടത് അങ്ങനെ ഉള്ള ബെഞ്ച് തന്നെയാണ്. എന്നിരുന്നാൽ തന്നെയും ഈ ബെഞ്ച് ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു എന്നാരോപിക്കുന്ന ഈ കാര്യം, അതായത് എത്രത്തോളം ഇത് റിലീജിയൻ്റെ എസൻഷ്യൽ ആണ് എന്നുള്ളത്, അത് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ അവരുടെ നിലപാടിന് ഘടകവിരുദ്ധമായിട്ടാണ് കോടതി ഇതിനെ കാണുന്നതുണ്ടെങ്കിൽ ഒരു സെക്യുലർ ഭരണവ്യവസ്ഥയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിന് എത്രത്തോളം മതപരമായ കാര്യങ്ങളെക്കുറിച്ച് ഗ്രാഹ്യമില്ലാതെ ഓതറൈസ് ചെയ്യപ്പെട്ട മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ നിലപാടിനെതിരായി മുൻപോട്ട് പോകാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് നാം വളരെയധികം ചിന്തിക്കേണ്ടതാണ്. സുപ്രീം കോടതിയുടെ ഉദ്ദേശം വളരെ മഹത്തരം തന്നെ ആയിരിക്കാം. പക്ഷേ ഇന്ത്യയെ പോലൊരു വളരെ ഹെട്രോജനസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ നമ്മളിപ്പോഴും ഒരു നേഷൻ ബിൽഡിംഗ് പ്രോസസ്സിലാണ് ഡോക്ടർ ലാൽ. ഇവിടെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും വ്യത്യസ്ത മതവിഭാഗങ്ങളും ഒക്കെ സഹവർത്തിച്ചുകൊണ്ട് സംശയാത്മകമായി സഹവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ യൂണിഫോം സിവിൽ കോഡ് ആണെങ്കിലും ട്രിപ്പിൾ ടലാക്ക് ആണെങ്കിലും ഇതെല്ലാം തന്നെയും ഒരു സമന്വയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആത്യന്തികമായിട്ട് നിയമനിർമ്മാണത്തിലൂടെ സമാജത്തിൽ സാമീപ്യപരമായിട്ടുള്ള വ്യത്യാസം വരുന്നതിലൂടെ ആർക്കു വേണ്ടിയാണോ ഈ മാറ്റങ്ങൾ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ നേതൃത്വത്തിൽ വേണ്ടായോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് വളരെ വ്യക്തമായി ഇതറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ആർട്ടിക്കിൾ 44 പറഞ്ഞിരിക്കുന്നത് യൂണിഫോം സിവിൽ കോഡ്. അപ്പോൾ ഇപ്പോൾ സുപ്രീം കോടതിയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു പൗരൻ്റെ ഉത്തരവാദിത്വം എന്ന നിലയിൽ ഈ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആർട്ടിക്കിൾ 32, അതായത് പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യുന്ന വഴി സുപ്രീം കോടതി മാർഗനിർദ്ദേശക തത്വങ്ങളിലേക്ക് പാർട്ട് 4 കടന്നു കയറുകയാണെങ്കിൽ അത് തീർച്ചയായും ഒരു ജുഡീഷ്യൽ ഓവർ റീച്ചായി അതിനെ ചരിത്രം വ്യാഖ്യാനിക്കും. അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നേഷൻ ബിൽഡിങ്ങിൽ തന്നെയോ അതിൻ്റെതായ സ്ട്രെയിൻസ് അതിൻ്റെതായ വൈകല്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് എൻ്റെ പേടി. ശരി, സംഭവിച്ചുകൂടാത്തതാണ്. ഡോക്ടർ ഫസൽ ഗഫൂറിലേക്ക് വരുന്നതിന് മുൻപ് അഡ്വക്കേറ്റ് എം.ആർ. അഭിലാഷിലേക്ക് ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഒന്നുകൂടി എത്തുകയാണ്. അഡ്വക്കേറ്റ് എം.ആർ. അഭിലാഷ്, ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഈ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഈ കാര്യം പരിഗണിക്കുമ്പോൾ ഈ മുത്തലാഖ് ഭരണഘടനാപരമായി നിലനിൽക്കുന്നതാണോ എന്നാണല്ലോ പരിശോധിക്കുന്നത്. മറ്റു കാര്യങ്ങളൊന്നും ഇതിനകത്ത് സുപ്രീം കോടതിയുടെ മുമ്പിൽ ഇല്ല എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിന് ഈ പറഞ്ഞതുപോലെ മതത്തിനകത്ത് തന്നെയാണ് ഒരു സമവായം വേണ്ടത്, കാര്യങ്ങൾ വേണ്ടത്, പുറത്ത് തർക്കമുള്ളവരൊക്കെ പുറത്താണ് ആ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഈ ഭരണഘടനാ ബെഞ്ച് ഏത് രീതിയിൽ അവർക്ക് നിയമപരമായി പോകാൻ സാധിക്കും? ഇത് നീട്ടിവെക്കാമോ, അകത്ത് തന്നെ തീരുമാനങ്ങൾ എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ സാധിക്കുമോ, അതോ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഉണ്ടോ എന്ന പരിശോധനയിലേക്ക് കൃത്യമായി കടന്നാൽ എന്താണ് സംഭവിക്കുക? ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 21 മറ്റ് വകുപ്പുകളും ഒക്കെ പരിശോധിച്ചാൽ എന്ത് പറയേണ്ടി വരും സുപ്രീം കോടതിക്ക്? ഡോക്ടർ ലാൽ, ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 21 ഒന്നും തന്നെ ആർട്ടിക്കിൾ 44 സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുവാൻ അതൊന്നും തന്നെ പ്രാപ്തമല്ല. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വളരെ വ്യക്തമായി ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ആർട്ടിക്കിൾ 44 മാർഗനിർദ്ദേശക തത്വങ്ങളിൽ യൂണിഫോം സിവിൽ കോഡും അതിനോടനുബന്ധപ്പെട്ട കാര്യങ്ങളും അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പം ഭരണഘടനയുടെ 14-ാമത്തെ അനുച്ഛേദമോ 21-ാമത്തെ അനുച്ഛേദമോ 32-ാമത്തെ അനുച്ഛേദമോ ഒക്കെ ചൂണ്ടിക്കാട്ടി കോടതിക്ക് മാർഗനിർദ്ദേശക തത്വങ്ങളിലേക്ക് കടന്നു കയറാമെങ്കിൽ പിന്നെ ലെജിസ്ലേച്ചർ എന്തിനാ? മാർഗനിർദ്ദേശക തത്വങ്ങളെന്ന് പറഞ്ഞാൽ നാളത്തെ ഭാവി സർക്കാരുകളെ, ഭാവി പാർലമെൻറ്റുകളെ ഒക്കെ തന്നെ അവർക്ക് മാർഗനിർദ്ദേശമായി മാറി അവർക്ക് ലൈറ്റ് ഹൗസായി മാറണമെന്നാണ് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത്. ചില വിധികൾ നോക്കുമ്പോൾ ഈ രാജ്യത്ത് ലെജിസ്ലേച്ചർ എന്തിനാണ്, എക്സിക്യൂട്ടീവ് എന്തിനാണ് എന്ന സംശയം ഉണ്ടാകുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിലേക്ക് വിടേണ്ട പല വിധികളും സംസ്ഥാനങ്ങളുടെ അധികാര താല്പര്യങ്ങളും ഒക്കെ അവഗണിച്ചുകൊണ്ട് സുപ്രീം കോടതി കൈകടത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ സുപ്രീം കോടതി വിചാരിച്ചാൽ വേണമെങ്കിൽ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ തൂങ്ങി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ അവഗണിക്കാൻ ആകില്ലേ? അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സുപ്രീം കോടതിയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ എനിക്ക് പറയേണ്ടി വരും, അത് ഭരണഘടനയുടെ ലംഘനമാണ്. നമ്മുടെ ഭരണഘടനാ വ്യവസ്ഥ അങ്ങനെയുള്ള വിമർശനം, ബഹുമാനപൂർവ്വമായ വിമർശനത്തിനെ സഹർഷം സ്വാഗതം ചെയ്യുന്നുണ്ട്. അതിനകത്തൊരു കണ്ടംപ്റ്റ് ഒന്നും അതിനകത്തില്ല. അങ്ങനെ കോടതി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ അതിന് സ്ട്രെയിൻ ഉണ്ടാകും. ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ്. ശബരിമലയിൽ സ്ത്രീകൾ കയറണോ വേണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിശ്വാസത്തിൻ്റെ കാര്യമാണ്. അത് മതപണ്ഡിതരാണ് തീരുമാനിക്കേണ്ടത്, കോടതിയല്ല തീരുമാനിക്കേണ്ടതെന്നുള്ള ശക്തമായ നിലപാട് ഞാൻ എടുക്കും.
ഇപ്പം മുസ്ലിം മതവിശ്വാസികൾ അവരുടെ മതത്തിന്റെ ഇന്റഗ്രൽ ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. ഖുറാനിൽ വരണമെന്നില്ല, അയ്യപ്പനെ കുറിച്ച് വേദങ്ങളിലൊന്നും പറയുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരത് അനുഷ്ഠിക്കണമെന്ന് അവർ ശഠിക്കുന്ന അത്രത്തോളം കാലം അത് നിയമപരമായി അത് നിലനിൽക്കേണ്ടത് തന്നെയാണെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്ക്. ശരി ഡോക്ടർ ഈ കാര്യത്തിൽ ഇങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ ഈ ഇത്രയും കാലമായി എന്തുകൊണ്ട് ഹിന്ദുമതത്തിൽ സതിയും മറ്റനാചാരങ്ങളും ഇല്ലാതായതുപോലെ ഒരു സ്വയം നവീകരണത്തിന് മുസ്ലിം സമുദായം തയ്യാറായില്ല എന്നാണ് KVS ഹരിദാസിനെ പോലുള്ളവർ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ രാഷ്ട്രീയമായ താല്പര്യങ്ങളല്ല, കോടതി പോലും പലപ്പോഴും ഉയർത്തിക്കാട്ടിയ നല്ല വശമാണ് ഇതിൽ കാണേണ്ടത് എന്നാണ് ഹരിദാസിനെ പോലുള്ളവർക്ക് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട വക്കീൽ പറഞ്ഞോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. അത് മനസ്സിലായില്ല, അത് എന്താ പറയുക, ജുഡീഷ്യലായിട്ടുള്ള അഡ്വഞ്ചറിസം എന്ന വാക്കാണ് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. അവർക്ക് അധികാരമില്ല ഫണ്ടമെൻ്റൽ റൈറ്റ്സിനോട് ഇത് മിക്സ് ചെയ്യാനായിട്ട്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് മിക്സ് ചെയ്യാനായിട്ട്. അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടൊരു വിധി വരികയാണെങ്കിൽ ഇനി മേലിൽ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്ന് അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു ആ ഒരു പോയിന്റ് പറഞ്ഞതിന്. പിന്നെ ഹരിദാസ് പറഞ്ഞിട്ടുള്ള നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം, അതായത് ആര് പറഞ്ഞു ഇവിടെ പുരോഗതി ഇല്ല എന്നുള്ളത്, കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ കേരള അസംബ്ലിയിൽ വെച്ചിട്ടുള്ള ഇത് കണക്കനുസരിച്ചിട്ട് ഏറ്റവും കുറവ് തലാക്ക് നടക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. 2000 തലാക്ക് എന്ന് വെച്ചാൽ ഈ ഡൈവോഴ്സ് തിരുവനന്തപുരത്ത് നടന്നപ്പോൾ 1800 കൊല്ലത്ത് നടന്നപ്പോൾ മലപ്പുറം ജില്ലയിൽ വെറും 800 മാത്രമാണ്. അതേമാതിരി ബഹുഭാര്യത്വത്തിൻ്റെ കണക്കുകൾ നമുക്കറിയാം. ബഹുഭാര്യത്വം ഏറ്റവും കുറവ് മുസ്ലിം സമുദായത്തിലാണെന്നുള്ള സ്റ്റേറ്റ് നാഷണൽ വൈഡ് ആയിട്ടുള്ള സർവേ വന്നിരിക്കുന്നു. അപ്പം മുസ്ലിം സമുദായം തീർച്ചയായിട്ടും ഭയങ്കരമായിട്ടുള്ള പുരോഗതിയുടെ പാതയിലാണ്. പിന്നെ എന്താ പറ്റിയിരിക്കുന്നത് വെച്ചാൽ സംഘപരിവാർ ഇതിൽ ഇടപെടുമ്പോൾ നാച്ചുറലി ഒരു ഡിഫൻസിലോട്ട് നമ്മൾ പോകുന്നുണ്ട്. ഇടയിൽ മറക്കുന്നതിന് മുമ്പായിട്ട് ലാൽ, ഇത് കൈരളി ചാനലായതുകൊണ്ട് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. USSR ഉണ്ടായ കാലഘട്ടത്തിൽ 6 ഏഷ്യാറ്റിക് റിപ്പബ്ലിക്കുകൾ, 6 മുസ്ലിം, അതായത് ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, അസർബൈജാൻ തുടങ്ങിയ ഈ ഏഷ്യാറ്റിക് മുസ്ലിം റിപ്പബ്ലിക്കുകൾ സോവിയറ്റ് യൂണിയനിൽ ചേർന്നപ്പോൾ ജോസഫ് സ്റ്റാലിൻ അവർക്ക് ശരീഅത്ത് പേഴ്സണൽ ലോ നടപ്പാക്കാനുള്ള അനുവാദം, ഫ്രീഡം നൽകി എന്നുള്ളതാണ് സത്യാവസ്ഥ. നിങ്ങൾക്ക് ചരിത്രം പഠിച്ചു നോക്കാം. അപ്പോൾ അതേമാതിരി തന്നെ ശ്രീ ഹരിദാസ് പറഞ്ഞു അവിടെ മറ്റേ പാകിസ്ഥാനിലും മറ്റുള്ള തുർക്കിയിലൊക്കെ നിയമം പാസ്സാക്കി. തീർച്ചയായിട്ടും അത് ശരിയായിരിക്കും. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മുസ്ലിം രാജ്യങ്ങളാണ്, അവിടെ മുസ്ലിമുകളുടെ വഖഫ് ബോർഡ് ഉണ്ട്, അല്ലെങ്കിൽ മുസ്ലിമുകളുടെ റിലീജിയസ് അഫയേഴ്സ് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ നേരെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഹിന്ദു ഭൂരിപക്ഷമുള്ള രാജ്യമായതുകൊണ്ട് ഹൈന്ദവ ഭരണത്തിന്റെ കീഴിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ മുസ്ലിം നിയമങ്ങളൊക്കെ ആ ഭരണത്തിന് വിധേയമാക്കുക എന്ന് പറയുന്നതും പാകിസ്ഥാനിലോ തുർക്കിയിലോ ഈജിപ്തിലോ നടപ്പാക്കുന്നതും തമ്മിൽ തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. ഇവിടെ അത് ന്യൂനപക്ഷങ്ങളുടെ മതസ്വാതന്ത്ര്യത്തിൽ കൈകടത്തലിന്റെ ഭാഗമായിട്ടേ കണക്കാക്കുള്ളൂ. എന്നാൽ കൂടി ഞാൻ വീണ്ടും പറയാണ്, മുത്തലാഖിന് ഞങ്ങൾ എതിരാണ്. പക്ഷേ അത് സമുദായത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അതിനെതിരായിട്ട് കേരള മോഡലിൽ അതിനെതിരായിട്ട് വരണം. അതിനുള്ള ശ്രമങ്ങൾ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുത്തലാഖിനെതിരാണ് മുജാഹിദ്, മുത്തലാഖിനെതിരാണ് ജമാഅത്തെ ഇസ്ലാമി, അഹ്ലെ ഹദീസ്, ഷിയകൾ മുത്തലാഖിനെതിരാണ്. അപ്പോൾ അതിന് മുത്തലാഖിനെതിരായിട്ട് വലിയൊരു മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ബോർഡ് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, മുത്തലാഖ് നടത്തുന്ന ആളെ ഊരുവിലക്ക് കൽപ്പിക്കണമെന്നുള്ളതാണ്. അത് എങ്ങനെ കൽപ്പിക്കുമെന്നാണ് കോടതി ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയം ഭാരതീയ ജനതാ പാർട്ടി ഏറ്റെടുത്തതാണെങ്കിലും അത് കാരണം മുസ്ലിം സമുദായത്തിൽ ഇതിനെ പറ്റിയിട്ട് വലിയൊരു ചർച്ച നടക്കുന്നു, വലിയൊരു ഉള്ളിലൊരു വിപ്ലവം നടക്കുന്നു എന്നുള്ളത് വളരെ സ്വാഗതാർഹമാണ്. ഡോക്ടർ ഫസൽ ഗഫൂർ, കേന്ദ്ര സർക്കാരിന്റെ താല്പര്യം എന്താണെങ്കിലും BJPക്ക് ഒരു രാഷ്ട്രീയമായ താല്പര്യം ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് മറച്ചു വെക്കേണ്ടതില്ല. ആ താല്പര്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ കോടതിയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വാദങ്ങളിൽ കപിൽ സിബലിനെ പോലുള്ളവർ ഈ ഭാഗത്ത് വാദിക്കുമ്പോൾ മറ്റു ചില വക്കീലന്മാരുമുണ്ട്. ഈ അമിത് സിംഗ് ചദ്ദയെ പോലുള്ളവർ ഷൈറ ബാനുവിന് വേണ്ടി വാദിക്കുകയാണ്. ഈ മുത്തലാഖിൽ വിവേചനമുണ്ട്, അതുപോലെ ഇത് ശരിയ നിയമങ്ങൾക്ക് എതിരാണ്, മുസ്ലിം നിയമത്തിന് തന്നെ എതിരാണ്, ഇത് പേഴ്സണൽ ലോയ്ക്ക് തന്നെ എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ ആനന്ദ് ഗ്രോവർ സക്കിയ സോമൻ വേണ്ടിയിട്ട് വാദിക്കുന്നു. അൺഇസ്ലാമിക് ആണ് ഇതെന്ന് പറഞ്ഞുകൊണ്ടാണ് ആർട്ടിക്കിൾ 14ഉം 21ഉം ഞാൻ നേരത്തെ അഡ്വക്കേറ്റ് അഭിലാഷിനോട് ചോദിച്ച കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഈ സന്ദർഭം രാഷ്ട്രീയപരമായി ഗുണകരമല്ലെങ്കിലും കോടതിയിൽ ഇപ്പോൾ എത്തിപ്പെട്ട് വരുന്ന വാദങ്ങൾ ഒരു തിരിച്ചടിയായി ഈ രാഷ്ട്ര നിർമ്മാണ ഘട്ടത്തിൽ ഉണ്ടാകുമോ ഡോക്ടർ ഫസൽ ഗഫൂർ? അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, കോടതി എങ്ങനെ ഇതിനെ വിധിക്കുന്നു, കോടതി എത്രത്തോളം, നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട വക്കീൽ പറഞ്ഞ മാതിരി ജുഡീഷ്യൽ ഓവർ ആക്ടിവിസം
അതായത് ജുഡീഷ്യറി ഇപ്പോൾ എക്സിക്യൂട്ടീവിൻ്റെ മുകളിൽ കൂടെ പോവുകയാണ്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ നിയമനിർമ്മാണം നടത്തേണ്ടത് സ്റ്റേറ്റ് ആണ്. ഉദാഹരണം ഷാബാനു കേസിൽ നിയമനിർമ്മാണം നടത്തിയ മാതിരി. അപ്പോൾ അതിന് ഉപരിയായി മുകളിൽ കൂടെ കോടതി ഈ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസമുണ്ടോ? പക്ഷേ കോടതിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഷാബാനു കേസായാലും സർല മുടുകൽ കേസായാലും നേരത്തെ പറഞ്ഞ ഷെഹർബാനു കേസായാലും വ്യക്തിപരമായിട്ട് ഈ മുത്തലാഖിന് ഇരയായിട്ടുള്ള വ്യക്തികൾ അവർ തീർച്ചയായിട്ടും കോടതിയെ സമീപിക്കും. അവർക്ക് കിട്ടുന്നതിന് വേണ്ടി അവർ വാദിക്കും. അവർ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന്റെ കാര്യമാണ്. അവർ ഖുർആൻ ഉദ്ധരിക്കുന്നു, അവർക്ക് ഖുർആനിൽ നിന്ന് അവർക്ക് സൗകര്യപൂർവ്വമായിട്ട് അവർ അതിനെ ഉദ്ധരിക്കുന്നു. അപ്പൊ അവരുദ്ധരിക്കുന്നതും പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നതും കോടതി അത് വായിച്ച് പഠിച്ചതും നമ്മളിവിടെ ഒരു സമന്വയത്തിലെത്തേണ്ടതായിട്ടുണ്ടാവും. അപ്പൊ അതൊരു കോടതി വിധിയിലൂടെ വരണമോ അതോ അതൊരു ആർബിട്രേഷനിലൂടെ വരണമോ എന്നുള്ള വിഷയങ്ങളോട് ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വക്കീൽ പറഞ്ഞൊരു വലിയൊരു പോയിന്റ് ഉണ്ട്. കാരണം ജുഡീഷ്യറി ഓവർ റീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, ജുഡീഷ്യറി അഡ്വഞ്ചറിസം എന്നുള്ള കാര്യം. ഇതേ ജുഡീഷ്യറി തന്നെ ഹൈന്ദവ സമുദായത്തിലുള്ള നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഗോത്രവർഗ്ഗങ്ങളുടെ ഇടയിലുള്ള ബഹുഭാര്യത്വം ഇതിനെതിരായിട്ടൊക്കെ നീങ്ങുമോ? അങ്ങനെ ഈ കോടതി നീങ്ങാൻ പുറപ്പെടുകയാണെങ്കിൽ ഈ രാജ്യമുണ്ടാവുമോ? അത് വലിയൊരു ചോദ്യമാണ്. കാരണം ഇത് നമ്മളൊരു മുസ്ലിം ഹിന്ദു വിഷയം മാത്രമല്ല, സിഖുകൾക്ക് അവരുടെ ആചാരമുണ്ട്. 6 പേഴ്സണൽ ലോ ഉണ്ട് ഇന്ത്യയിൽ. പാർസി, സിഖ്, ക്രിസ്ത്യൻ ഇവർക്കൊക്കെ വ്യത്യസ്തമായ നിയമങ്ങളാണുള്ളത്. അപ്പോൾ ആ പ്രത്യേകിച്ച് അവരുടെ അനന്തരാവകാശത്തെ പറ്റിയിട്ടൊക്കെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉള്ളപ്പോൾ ഈ കോടതി എന്താണ് കോടതി അടിച്ചേൽപ്പിക്കാൻ പോകുന്നത് എന്നുള്ള വിഷയമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അഡ്വക്കേറ്റ് അങ്ങനെ പറഞ്ഞത്. ശ്രീ KVS ഹരിദാസ്, അപ്പോൾ ഈ കാര്യത്തിൽ നേരത്തെ അങ്ങ് തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു സമവായം പുറത്തുണ്ടാകേണ്ടതുണ്ട്. അതിന് മുൻകൈ എടുക്കേണ്ടത് സ്റ്റേറ്റ് ആണ്, അതായത് രാജ്യമാണ്, രാജ്യം ഭരിക്കുന്ന സർക്കാരാണ്. അവിടെ ഈ സർക്കാരിന് ഒരു താല്പര്യമില്ല എന്ന് പറയുമ്പോൾ കോടതിക്കകത്ത് ഇത്തരം കാര്യങ്ങളിലൂടെ ഒരു സമുദായത്തിന്, ന്യൂനപക്ഷങ്ങൾക്ക് പേടിയുണ്ടാക്കുന്ന, അവരുടെ അവകാശങ്ങൾക്ക് മേൽ കൈകടത്തുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു കോടതി വിധി അതിനനുസരിച്ച് ഉണ്ടായാൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളും ഒക്കെ നമുക്കറിയാവുന്നതേ ഉള്ളൂ. അതിൻ്റെ രാഷ്ട്രീയ ലാഭം ആർക്കാണ് എന്നുള്ളതാണ് ഒരു പക്ഷേ തർക്ക വിഷയവും. അപ്പോൾ ആ രാഷ്ട്രീയ ലാഭത്തിൽ കണ്ണില്ലാത്തവരാണെങ്കിൽ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് ഒരു സമവായത്തിന് ശ്രമിക്കുക എന്നുള്ളതാണ്. ആ സമവായ ശ്രമം ഇല്ല എന്ന് മാത്രമല്ല, രണ്ടാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ നേരത്തെ ചോദിച്ചതാണ്, ഈ ബഹുഭാര്യത്വം അല്ലെങ്കിൽ വിവാഹമോചനം പോലെയുള്ള കാര്യത്തിൽ മാതൃകാപരമായ നിലപാടെടുക്കേണ്ട ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവരുമുണ്ട്, BJPയിലുണ്ട്, കേന്ദ്ര സർക്കാരിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുമാണ്. അവിടെയൊക്കെയല്ലേ തീരുമാനങ്ങൾ അടിയന്തരമായി എടുത്തു വരേണ്ടത്, അല്ലെങ്കിൽ ആ കാര്യത്തിലല്ലേ ചർച്ച വേണ്ടത്? ഇപ്പോൾ ലാലെ കുറച്ച് മുമ്പ് ഡോക്ടർ ഗഫൂർ തന്നെ സൂചിപ്പിച്ചില്ലേ, കേരളത്തിലിപ്പോൾ മുത്തലാഖ് വളരെ കുറഞ്ഞു, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കുറയുന്നു. എന്തുകൊണ്ടാണ് അത്? മുസ്ലിം സമുദായത്തിനിടയിൽ, ചെറുപ്പക്കാരുടെ ഇടയിൽ വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം എൻജിനീയറിങ്ങിൻ്റെയും മറ്റും റിസൾട്ട്, എൻട്രൻസിൻ്റെയൊക്കെ റിസൾട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പാസ്സാവുന്നതെന്ന് മലപ്പുറം ജില്ലയിൽ നിന്നൊക്കെയാണ്. അപ്പോൾ മലപ്പുറം ജില്ലയിലെ യുവതലമുറയ്ക്കകത്ത് വലിയ മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വിദ്യാസമ്പന്നരാണ് അവർ ഇത്തരം കാര്യങ്ങളെ അനുവദിക്കാൻ തയ്യാറല്ല. ആ നിലയിലുള്ള മാനസികാവസ്ഥ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിയുന്നു. ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന വലിയ മാറ്റത്തിൻ്റെ ഒരു സൂചന തന്നെയാണ്. പക്ഷേ ഇത് പല ഭാഗത്തും ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ പല ഭാഗത്തും ഇത്തരത്തിൽ ചിന്തിക്കാൻ അപ്പോൾ ആ കാര്യത്തിൽ ആരാണ് സമവായ ശ്രമം നടത്തേണ്ടത്? ഈ കാര്യത്തിൽ ഒരു അവസരം കിട്ടിയപ്പോൾ ഇപ്പോൾ കോടതിയിൽ കൊണ്ട് ഇത് കിട്ടുന്നതിന് പകരം ഒരു സമവായ ശ്രമത്തിന് ആരാണ് മുൻകൈ എടുക്കേണ്ടത്? ഒപ്പം അങ്ങ് സൂചിപ്പിച്ചതുപോലെ മുസ്ലിം സമുദായം കേരളത്തിലെങ്കിലും നവീകരിക്കപ്പെടുമ്പോൾ അപ്പുറത്ത് നവീകരിക്കപ്പെടാതെ പോകുന്ന ഒരു ഭൂരിപക്ഷ സമുദായത്തെക്കുറിച്ചുകൊണ്ട് നമ്മൾ പറയണമല്ലോ. അവസരം ഉണ്ടായിട്ടും വിവാഹമോചനത്തിൽ മാതൃക കാണിക്കാത്ത ഭരണാധികാരികളുള്ള നാട് എന്ന ചീത്തപ്പേര് കൂടി നമുക്കുണ്ടാകുന്നില്ലേ? ലാലയെ സൂചിപ്പിക്കുന്ന പ്രശ്നത്തിൽ ആരെ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതിലൊരു പരാതി വന്നാൽ അദ്ദേഹത്തിനും വേണ്ട നടപടി സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ? അത്തരത്തിലുള്ളൊരു പരാതി വരുന്ന സമയത്ത് അദ്ദേഹം അത് കൈകാര്യം ചെയ്യട്ടെ. എനിക്ക് തോന്നുന്നു ഇതുവരെ ഔദ്യോഗികമായിട്ട് പറയുന്ന വിഷയത്തിൽ രണ്ട് മുഖം കാണിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്നും സർക്കാർ എന്നും പേരുണ്ടാകുന്നത് അതുകൊണ്ടാണ് ഈ മുത്തലാഖ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനും BJPക്കും രാഷ്ട്രീയ താല്പര്യമുണ്ടോ എന്ന സംശയമുണ്ടാകുന്നത്. ലാലെ, ഇല്ല. BJPയോ കേന്ദ്ര സർക്കാരോ ഈ പ്രശ്നത്തിൽ ഡയറക്റ്റായിട്ട് ഇടപെട്ടിട്ടില്ല ഇതുവരെ. കാരണം ഞാൻ പറയണ്ടേ, സുപ്രീം കോടതിയിൽ ഒരു ഹർജി വന്നു.
ആ ഹർജിയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ എതിർകക്ഷിയായിട്ട് ചേർക്കുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നിലപാട് എന്താണെന്ന് ചോദിക്കുന്നു. അതാണ് അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ബോധിപ്പിക്കുന്നത്. അറ്റോർണി ജനറൽ എന്താ പറഞ്ഞാൽ, ഇത്തരം കാര്യത്തിൽ കോടതി ഒരു നിലപാടെടുത്താൽ, കോടതി ഒരു വിധി പ്രസ്താവിച്ചാൽ ആ വിധി നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്തം ഗവൺമെന്റിനുണ്ട്. അതിനാവശ്യമായ നിഷ്കളങ്കമായി എന്തുകൊണ്ടാണ് പെരുമാറുന്നത്? അറ്റോർണി ജനറലിന് പറയാമായിരുന്നല്ലോ, നേരത്തെ അഡ്വക്കേറ്റ് MR അഭിലാഷ് ഇവിടെ ചൂണ്ടിക്കാട്ടിയ ഭരണഘടനാ പ്രശ്നം പറയാമല്ലോ. ഇവിടെ ഈ പ്രശ്നത്തിൽ അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ പോലും അറ്റോർണി ജനറലിന് കോടതിയെ ബോധിപ്പിക്കാമല്ലോ. അല്ലാതെ ഞങ്ങൾ റെഡിയായി നിൽക്കുകയാണ്, കോടതി ഒന്ന് വിധിച്ചു കിട്ടിയാൽ മതി, ഞങ്ങളിതാ ഇവിടെ എല്ലാം ശരിയാക്കി തരാമെന്ന് എന്തുകൊണ്ടാണ് അറ്റോർണി ജനറൽ കോടതിയെ അറിയിക്കുന്നത്? എനിക്ക് തോന്നണില്ല ലാലെ, അങ്ങനെയുള്ള ഒരു നിങ്ങൾ വിധിച്ചാൽ മതി, ബാക്കി കാര്യം ഞങ്ങൾ ചെയ്തോളാം എന്നല്ല. കോടതിയിൽ നിന്നൊരു വിധി ഉണ്ടായാൽ ആ വിധി നടപ്പിലാക്കാൻ നിയമനിർമ്മാണം ഉൾപ്പെടെ വേണ്ടി വന്നാൽ അതിന് ഗവൺമെൻറ് തയ്യാറാണ്. അത് ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടി അല്ലേ, ദേ ആർ ബൗണ്ട് ടു ഡു ഇറ്റ്. അത് മാത്രമാണ് അറ്റോർണി ജനറൽ പറഞ്ഞത്. ഇവിടെ വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഫസൽ ഗഫൂറൊക്കെ സൂചിപ്പിക്കുമ്പോഴും നമ്മൾ കാണാതെ പോയിക്കൂടാത്തൊരു പ്രശ്നമുണ്ട്. ഇവിടെ ഒരു മനുഷ്യാവകാശത്തിൻ്റെ പ്രശ്നമുണ്ട്, ആർട്ടിക്കിൾ 40 ലംഘനത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇതൊക്കെ ഈ മുത്തലാഖുമായിട്ട് കൂട്ടിയടക്കി വരുന്നുണ്ട്. പേഴ്സണൽ ലോസ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 പ്രദാനം ചെയ്യുന്ന ആ ഒരു റൈറ്റ്സ് ഉണ്ടല്ലോ, അതിന് വിരുദ്ധമാണെങ്കിൽ നിലനിൽക്കുമോ എന്നുള്ള ഒരു പ്രശ്നവും കൂടി വരാൻ പോകുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഈ മനുഷ്യാവകാശ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലുമുണ്ട്. അത് ഈ മുത്തലാഖ് പ്രശ്നത്തിൽ മാത്രമല്ല. ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് ഒരു 6-7 മിനിറ്റാണ് ഉണ്ടാകുക. അഡ്വക്കേറ്റ് MR അഭിലാഷ്, ഇപ്പോ ശ്രീ KVS ഹരിദാസ് പറഞ്ഞതുപോലെ സർക്കാർ ഈ കാര്യത്തിൽ ഒരു താല്പര്യവും കാണിച്ചിട്ടില്ല, സ്വാഭാവികമാണ് കാര്യങ്ങളെല്ലാം. അവിടെ അറ്റോർണി ജനറൽ ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ രീതിയിലാണ് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതെങ്കിൽ, എന്തുകൊണ്ടാണ് അറ്റോർണി ജനറൽ വേണ്ട രീതിയിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാതെ പോയിട്ടുണ്ടോ? അത് ഈ കേസിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നതാണോ? ഡോക്ടർ ലാൽ, ബഹുമാനപ്പെട്ട ശ്രീ KVS ഹരിദാസ് എപ്പോഴും സാന്ത്വനത്തിൻ്റെയും സമന്വയത്തിൻ്റെയും ഒരു ശബ്ദമാണ് എപ്പോഴും ചർച്ചകളിൽ പ്രകടിപ്പിക്കുന്നത്. അതിനെ മാനിച്ചുകൊണ്ട് തന്നെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. കേന്ദ്ര സർക്കാർ ഇങ്ങനെയൊരു നിലപാടൊരിക്കലും എടുത്തുകൂടാത്തതായിരുന്നു. കാരണം ഒരിക്കലും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അവരുടെ തട്ടകം വിട്ട് കൊടുക്കാറില്ല. അതിപ്പം ആധാർ കേസാണെങ്കിലും ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് കമ്മീഷൻ കേസാണെങ്കിലും എന്താണെങ്കിലും ഇത് ലെജിസ്ലേച്ചർ ചെയ്യേണ്ടുന്നതാണ്, നിങ്ങൾ ചെയ്യേണ്ടുന്നതല്ല എന്ന് മുഖത്ത് നോക്കി പറയുവാനുള്ള ചങ്കൂറ്റം കാണിക്കുന്ന ആളാണ് ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ. അദ്ദേഹത്തിൻ്റെ കഴിവും വളരെയധികം ആൾക്കാർ അംഗീകരിക്കുന്നതാണ്. അങ്ങനെയുള്ള അറ്റോർണി ജനറൽ ആധാർ വിഷയത്തിൽ ഇപ്പം പാൻ കാർഡ് മാൻഡേറ്ററി ആക്കിയ വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്തു. അത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്, നിയമനിർമ്മാണത്തിലൂടെയാണ് തീരുമാനിക്കേണ്ടത്. കോടതിക്ക് അത് ഇൻവാലിഡേറ്റ് ചെയ്യാൻ ഒക്കില്ല എന്ന് പറഞ്ഞു. 99ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമം വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തു. പാർലമെന്റ് ഭരണഘടന ഭേദഗതി ചെയ്തെങ്കിൽ എങ്ങനെ കോടതിക്ക് അത് ഇൻവാലിഡേറ്റ് ചെയ്യാനൊക്കെ ഒന്ന് മുഖത്ത് നോക്കി ചോദിച്ച ആളാണ് അറ്റോർണി ജനറൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇത് വ്യക്തമായി ഇത് പാർലമെന്റിന്റെ നിയമനിർമ്മാണ സഭയുടെ തട്ടകത്തിലാണെന്ന് ഭരണഘടന ഉദ്ഘോഷിക്കുമ്പോൾ അതെങ്ങനെ ആർട്ടിക്കിൾ 32 വഴി മാർഗനിർദ്ദേശക തത്വത്തിലേക്ക് എങ്ങനെ കടന്നു കയറാനൊക്കും? ഈ മാർഗനിർദ്ദേശക തത്വങ്ങളെന്ന് തന്നെ എന്ന് പറയുന്ന ആ ഒരു പാർട്ട് 4 എന്നത് തന്നെ കോടതിക്ക് കടന്നു കയറാനൊക്കാത്ത രീതിയിൽ ഒരു പ്രത്യേക ഒരു കമ്പാർട്ട്മെന്റലൈസ്ഡ് ആക്കി കുറെ പ്രൊവിഷൻസ് വെച്ചിരിക്കുകയാണ്. ശരി, ശ്രീ KVS ഹരിദാസ് അതിനൊരു മറുപടി. അല്ല, ലാല ഇതിൽ അറ്റോർണി ജനറലിൻ്റെ നിലപാട് എന്തായിരുന്നു? കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി ഇക്കാര്യത്തിലൊരു വിധി പ്രസ്താവിച്ചാൽ ആവശ്യമായ നടപടി കേന്ദ്ര സർക്കാർ കൈക്കൊള്ളും. കേന്ദ്ര സർക്കാർ കൈക്കൊള്ളേണ്ടതാണെങ്കിൽ കൈക്കൊള്ളും, അത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ സുപ്രീം കോടതി നിയമങ്ങളെ കുറിച്ചൊന്നും അറിയാത്ത ഒരു അറ്റോർണി ജനറൽ അല്ല എന്നാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് MR അഭിലാഷ് തന്നെ, അദ്ദേഹം ദിവസവും കാണുന്നതാണല്ലോ ഈ കാര്യങ്ങളൊക്കെ, അദ്ദേഹം തന്നെ ഇപ്പോൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത്. നമുക്ക് പറയാം സുപ്രീം കോടതി പല കേസുകളിലും അവരുടെ തട്ടകം വിട്ടുകൊടുക്കാത്തതാണ്. ഈ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ടാണ് വളരെ നിഷ്കളങ്കമായി കോടതി അങ്ങ് പറയട്ടെ ഞങ്ങൾ ബാക്കി ചെയ്യാമെന്ന് പറഞ്ഞത്? അല്ല, ഇതിൽ വ്യത്യാസമുണ്ട് ലാലെ.
അഭിലാഷ് സൂചിപ്പിച്ച 2-3 കേസുകളുണ്ടല്ലോ. ഒന്ന് ജുഡീഷ്യൽ അപ്പോയിൻമെന്റ്സ് കമ്മീഷന്റെ കേസാണ്, വേറൊന്ന് ആധാറിന്റെ കേസാണ്. ആ 2 കേസിലും ജുഡീഷ്യൽ അപ്പോയിൻമെന്റ് കമ്മീഷന്റെ കാര്യത്തിൽ പാർലമെന്റ് പാസാക്കിയ നിയമത്തിനെതിരായിട്ട് വന്ന വാദഗതിയാണ്. അതിനെ ഗവൺമെന്റിന്റെ പാർലമെന്റിന്റെ പാർലമെന്റിൽ പാസാക്കാനോ പാർലമെന്റിൽ ചർച്ച ചെയ്യാനോ പാർലമെന്റിന് പുറത്ത് സമുദായങ്ങളും മറ്റ് സാമൂഹ്യ പ്രതിനിധികളും ഒക്കെ ചർച്ച ചെയ്യാനോ അവസരം കൊടുക്കാതെ കോടതിക്ക് വിട്ടുകൊടുത്തത് എന്തിനാണ് എന്നാണ് ചോദ്യം. അല്ല, കോടതിക്ക് വിട്ടുകൊടുക്കല്ല. ഇതൊരു അപ്പീൽ കോടതിയിൽ വന്നതല്ലേ, ഗവൺമെന്റ് പോയതാണോ? ഗവൺമെന്റ് ഒരു സുപ്രീം ബാലിശമായ ഒരു വാദമാണ് ശ്രീ കെ വി എസ് ഹരിദാസ്. അത് കോടതിയിൽ വന്നതാണ്. അപ്പോൾ കോടതിയിൽ വരുമ്പോൾ സർക്കാരിന് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, സർക്കാരിന് തട്ടകമുണ്ട്. അതാണ് അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് പറഞ്ഞത്. സർക്കാരിന് പറയാനുള്ള ആളുണ്ട് അവിടെ, അറ്റോർണി ജനറൽ. അദ്ദേഹം അത് വേണ്ട രീതിയിൽ പറഞ്ഞില്ല. അതല്ല ലാലെ, അങ്ങനെയല്ല ലാലെ. ഗവൺമെന്റിന് ഇതിനകത്തൊരു വ്യക്തമായ നിലപാടുണ്ട്. ഇവിടുത്തെ ഇന്നാട്ടിലെ സ്ത്രീകളുടെ പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടണം. അതിനകത്ത് അതൊരു ജനാധിപത്യ ഭരണകൂടത്തിൽ വലിയ തമാശയാണ്. ആ കാര്യത്തിലാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ മാതൃക കാണിച്ചതിനെ കുറിച്ചുള്ള തമാശയും ഉണ്ടാകുന്നത്, ചർച്ചയും ഉണ്ടാകുന്നത്, അങ്ങേക്ക് ഉത്തരം പറയാതെ പോകേണ്ടി വരുന്നതും ശ്രീ കെ വി എസ് ഹരിദാസ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ആത്മാർത്ഥത ഒട്ടും തോന്നുന്നില്ല. സ്ത്രീകളെ വല്ലാതെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് എന്ന്. ശ്രീ ഡോക്ടർ ഫസൽ ഗഫൂർ, താങ്കളുടെ നിരീക്ഷണം. പ്രധാനമന്ത്രിയുടെ കാര്യത്തിൽ ലാലിന ആ ഒരു രീതിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് അദ്ദേഹം കുടുംബം വിട്ടിട്ട് പൂർണ്ണ സമയ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വേറെ വിവാഹം അങ്ങനെ കരുതരുത്. അല്ല, അതൊരു സമ്പ്രദായത്തിന്റെ ഭാര്യ റോട്ടിലിട്ട് പോണ സമ്പ്രദായം. ഒരു മുസ്ലിം ഭാര്യ റോട്ടിലിട്ട് ന്യായീകരിക്കാൻ പറ്റില്ല. ഒരു സാധാരണ മുസ്ലിം മുത്തലാഖ് ചൊല്ലിയിട്ട് റോഡുമ്മൽ ഇടുന്നതും നരേന്ദ്രമോദി ഭാര്യ റോട്ടിലിടുന്നതും ഒരേ മാതിരിയാണ്. എന്താ വ്യത്യാസമുള്ളത്? നരേന്ദ്രമോദി ഭാര്യയെ മുത്തലാഖ് ചൊല്ലിയിരിക്കുന്നു, എന്താ തർക്കം? അതല്ല ഇവിടുത്തെ പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ, ഭാര്യയ്ക്ക് അത്തരത്തിലൊരു പരാതി ഉണ്ടെങ്കിൽ അവര് പരാതിയുമായിട്ട് കോടതി പോയിട്ടില്ലല്ലോ. അവര് പരാതിയുമായിട്ട് ന്യായം അന്യായത്തിന് പരാതിയുണ്ടോ? ന്യായം അന്യായത്തിന് എന്നാണ് വേണ്ടപ്പെട്ടവർ പറഞ്ഞത്. വിവരാവകാശം വെച്ച് നരേന്ദ്രമോദിയിൽ നിന്നൊരു ഡോക്യുമെന്റ് കിട്ടാൻ ശ്രമിച്ചിട്ട് ഈ ഭാര്യയ്ക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഭാര്യയാണോ എന്ന് എനിക്കറിയില്ല, വിവാഹമോചനം കഴിഞ്ഞോ എന്ന് എനിക്കറിയില്ല. അക്കാര്യത്തിൽ കൃത്യമായ ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. ശ്രീ കെ വി എസ് ഹരിദാസ്, അത് എന്ത് തരം തലാഖാണ് അവിടെ ചൊല്ലിയത്? തലാഖല്ല ലാലയ, അതിനെക്കുറിച്ച് തമ്മിൽ കൂട്ടിയോജിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് ദൗർഭാഗ്യകരമാണ്. ഇവിടെ ദൗർഭാഗ്യകരമല്ല, ഈ രാമനെ ഏറ്റവും അധികം ആരാധിക്കുന്ന ആളുകളാണല്ലോ. ഈ ശ്രീരാമൻ തന്നെ രാജ്യം ഭരിച്ചപ്പോൾ സ്വന്തം ഭാര്യയ്ക്ക് ചെറിയ സംശയം ഉണ്ടായപ്പോൾ രാജ്യം തന്നെ ഉപേക്ഷിച്ചോ, അല്ലെങ്കിൽ ഭാര്യയെ ഉപേക്ഷിച്ച് അഗ്നിസാക്ഷി വരുത്തി വരാൻ പറഞ്ഞതാണ്. അത്തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോയതാണല്ലോ. ഇവിടെ ഇപ്പോൾ എന്തുകൊണ്ടാണ് രാജ്യം ഭരിക്കുന്ന ആൾ ഈ അഗ്നിശുദ്ധി വരുത്താൻ ശ്രമിക്കാത്തത്? അദ്ദേഹത്തിന് നേരെ ഇത്തരം ഒരു സംശയം ഉണ്ടാകുമ്പോൾ ശ്രീ കെ വി എസ് ഹരിദാസ്, ആ ചോദ്യം അവിടെയുണ്ട്. താങ്കൾ തർക്കിച്ചിട്ട് കാര്യമില്ല. ഡോക്ടർ ഫസൽ ഗഫൂർ, താങ്കൾ എന്താണ് പറയാൻ വന്നത്? അതായത് ഞാൻ പറട്ടെ, ഇതിന് നിയമനിർമ്മാണം കേന്ദ്രം നടത്തേണ്ടി വരും. മാത്രമല്ല സ്റ്റേറ്റുകൾക്ക് ആ നിയമനിർമ്മാണം റദ്ദാക്കാൻ പറ്റും. 1967 അണ്ണാദുരൈയുടെ നേതൃത്വത്തിലുള്ള ദ്രാവിഡ മുന്നേറ്റ ഘടകം ഗവൺമെൻറ് തമിഴ്നാട്ടിൽ വന്നപ്പോൾ ആദ്യം റദ്ദാക്കിയത് ഹിന്ദു മാരേജ് ആക്ടാണ്. കാരണം ഹിന്ദു മാരേജ് ആക്ടിൽ ബ്രാഹ്മണ പുരോഹിതം വേണമെന്നുണ്ട്, അഗ്നിപ്രദക്ഷിണ നടത്തണമെന്നുണ്ട്. അതൊന്നും സ്വീകാര്യമല്ല ദ്രാവിഡ സംസ്കാര പ്രകാരം. അതിൽ വെറും 2 സാക്ഷികൾ മാത്രം മതി, ഒരു പുരോഹിതനും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഹിന്ദു മാരേജ് ആക്ട് തമിഴ്നാട്ടിൽ മോഡിഫൈ ചെയ്ത് ഇന്ന് നിലനിൽക്കുകയാണ്. അതുകൊണ്ട് കേരള ഗവൺമെൻറ് വിചാരിച്ചാൽ ഇനി കേന്ദ്രത്തിൽ നിന്നൊരു നിയമം വന്നാൽ തന്നെ അത് മോഡിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ള എന്റെ അഭിപ്രായം. ഡോക്ടർ ഫസൽ ഗഫൂർ, ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടതുള്ളതുകൊണ്ട് ഞാനും ചോദിക്കുകയാണ്. ഇതൊരു അവസരമാണല്ലോ. പക്ഷേ എല്ലാവരും ചോദിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ മുത്തലാഖിൽ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിൽ അതിനകത്ത് സ്ത്രീക്കും കൂടി താല്പര്യം ഉണ്ടാകുന്ന രീതിയിൽ, സ്ത്രീക്കും അവകാശമുണ്ടാകുന്ന രീതിയിലുള്ള ഒരു കാര്യം അത് കോടതി വിധിക്കാതെ പുറത്തൊരവസരം കിട്ടിയാൽ ഇതാണ് അവസരം എന്ന് പറഞ്ഞുകൊണ്ട് നവീകരിക്കാനുള്ള ശ്രമം ഉണ്ടോ? അതൊരു ഭാഗത്ത് മാത്രമേ ഉള്ളോ, അതോ മൊത്തത്തിൽ അതിനുള്ള ചർച്ചയ്ക്കുള്ള സാധ്യതയുണ്ടോ?
ഞാൻ ഓൾറെഡി കണക്കുകൾ തന്നു കഴിഞ്ഞു. ഒരുപാട് ശ്രമങ്ങൾ മുസ്ലിം സമുദായത്തിൻ്റെ അടുത്തു നിന്നുണ്ട്. ഇനി കോടതി വിധി വന്നാലും നമ്മളത് സ്വീകരിക്കും. പക്ഷേ നമ്മൾ നേരെ ലാല് പറഞ്ഞ മാതിരി ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഇതൊന്നും ബാധകമല്ല. അദ്ദേഹം ബ്രഹ്മചാരിയായിട്ട് പോയിരിക്കുന്നു. ഞാനും ആ വാക്കുപയോഗിച്ചാൽ പോരാ. ഞാൻ എൻ്റെ എൻ്റെ ഭാര്യയ്ക്ക് 55 വയസ്സായി. അവരെ റോട്ടിന് മുകളിലിട്ടിട്ട് ഞാനും ബ്രഹ്മചാരിയായിട്ട് MES പ്രവർത്തനമായിട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയും തലാക്ക് എന്ന് തന്നെയാണ് പറയുന്നത്. അത് മുത്തലാക്ക് എന്ന് വിളിക്കുക, തലാക്ക് എന്ന് വിളിക്കുക, ഡൈവോഴ്സ് എന്ന് വിളിക്കുക, അബാൻഡൻമെന്റ് എന്ന് വിളിക്കുക. സോ ദാറ്റ് മീൻസ് ദ പ്രൈം മിനിസ്റ്റർ of India has abandoned her wife and the wife is a destitute. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ശരി, എന്തായാലും സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. കൂടുതൽ ചർച്ചകൾ ഈ കേസുമായി ബന്ധപ്പെട്ട വിധി അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ഇന്ന് അവസാനിപ്പിക്കാൻ വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്തതിന് ഡോക്ടർ ഫസൽ ഗഫൂർ, ശ്രീ KVS ഹരിദാസ്, അഡ്വക്കേറ്റ് MR അബിലാൽ.